മോഹൻലാലിന്റെ വരാനിരിക്കുന്ന 2 സിനിമകളെ കുറിച്ച് സംസാരിക്കുകയാണ് പല പ്രേക്ഷകരും. 2 സിനിമ എന്ന് പറയുമ്പോൾ തുടരും, മറ്റൊന്ന് എമ്പുരാനുമാണ്. തുടരും എന്ന ചിത്രമായിരുന്നു ആദ്യം ഇറങ്ങേണ്ടിയിരുന്നത്. എന്നാൽ ചിത്രത്തിന്റെ റിലീസിംഗ് തീയതി മാറ്റിവെക്കപ്പെട്ടു. എന്നാൽ ചിത്രത്തിന്റെ റിലീസ് നടന്നില്ല, പല പ്രശ്നങ്ങൾ കാരണം മാറ്റിവെക്കപ്പെട്ടു. എന്നാൽ എമ്പുരാൻ അങ്ങനെയല്ല. ഷൂട്ടിംഗ് തീർന്ന ദിവസം തന്നെ റിലീസ് തീയതി മുൻകൂട്ടി പ്രഖ്യാപിക്കുന്നു. 2 മാസം മുന്നേ തിയേറ്റർ ചാർട്ടിംഗ് തുടങ്ങുന്നു. കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ തിയേറ്ററുകളിലും റിലീസ് ചെയ്യാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നു. 2 മാസം മുൻപേ ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ ആയി പ്രൊമോഷൻ വർക്കുകൾ ആരംഭിക്കുന്നു. 2 മാസം മുൻപേ ഫാൻ ഷോ ഒക്കെ ഫാൻസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നു. ഇപ്രാവശ്യം ലാലേട്ടനും ആന്റണി പെരുമ്പാവൂരും പൃഥ്വിരാജും ലാലേട്ടൻ ഫാൻസ് എല്ലാവരും രണ്ടും കൽപ്പിച്ച് ഒരുങ്ങിയിറങ്ങിയിരിക്കുകയാണ്. മുമ്പത്തെ ബിഗ് ബജറ്റ് പടങ്ങളെ പോലെ ഇന്ദവാട്ടി മിസ്സാവാത് എന്ന് തന്നെ എല്ലാവരുടെയും പ്രതീക്ഷ. കാരണം പൃഥ്വിരാജ് ഡയറക്ഷൻ, പടത്തിന്റെ 35% ഡയലോഗ് ഹിന്ദിയാണെന്ന് പൃഥ്വി പറഞ്ഞത് നോർത്ത് മാർക്കറ്റ് പിടിക്കാൻ വേണ്ടി നോർത്തിൽ വൈഡ് റിലീസ് തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാം ഒത്തുവന്നാൽ പാൻ ഇന്ത്യൻ ലെവലിൽ വൻ തൂക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഇതൊക്കെ പ്രേക്ഷകർ പറയുന്നുണ്ട്. എന്നാൽ ഇതേ പ്രൊഡക്ഷനിൽ ഇറങ്ങിയ ആശീർവാദ് സിനിമാസിന്റെ മുമ്പത്തെ ചിത്രങ്ങൾ അത്ര കണ്ട് ബോക്സ് ഓഫീസിൽ ഓടിയില്ല. എന്നിട്ട് പോലും എമ്പുരാന് വേണ്ടി അവർ രണ്ടും കൽപ്പിച്ച് ഇറങ്ങുകയാണ്. എന്നാൽ മറ്റൊരിടത്ത് തുടരുമെന്ന ചിത്രത്തിന് മറ്റൊരു പ്രൊഡക്ഷനാണ് ആ ചിത്രം നിർമ്മിച്ചത്. എന്നാൽ അവർക്ക് കറക്റ്റ് ടൈമിൽ ആ ചിത്രത്തെ എത്തിക്കാൻ സാധിച്ചില്ല. മറ്റു ചില OTT ഡീലുമായി ബന്ധപ്പെട്ട ഡിലേ ആണ് ചിത്രത്തിന്റെ വൈകലെന്ന് പറയുകയും ചെയ്തു. ഈ ഒരു രീതിയെക്കുറിച്ചാണ് പ്രേക്ഷകർ സംസാരിക്കുന്നതും. ചിത്രത്തെ കറക്റ്റായി എത്തിക്കാനും മാർക്കറ്റിനെ കുറിച്ചും നല്ല രീതിയിൽ അറിയാവുന്ന ആന്റണി പെരുമ്പാവൂർ ഒരു ഭാഗത്ത്, മറ്റൊരിടത്ത് ഇതെല്ലാം പ്രശ്നമായി കിടക്കുന്നു. എന്തായാലും തുടരുമെന്ന ചിത്രം നമ്മുടെ മുന്നിലേക്ക് എമ്പുരാൻ എന്ന ചിത്രത്തിന് റിലീസിന് ശേഷമായിരിക്കാം എത്തുക. ഇതിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. ആരാധകർ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് തുടരും. ഇപ്പോഴത്തെ തുടരുമെന്ന ചിത്രത്തെക്കുറിച്ച് സാക്ഷാൽ ശോഭന തന്നെ പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മോഹൻലാലിന്റെ നായികയായാണ് ശോഭന ഈ ചിത്രത്തിൽ എത്തുന്നത്. തുടരുമിന്റെ ഡബ്ബിംഗ് താൻ ചെയ്തതായി താരം വെളിപ്പെടുത്തി കഴിഞ്ഞു. തുടരും മനോഹരമായ സിനിമയാണ് എന്നും താരം അഭിപ്രായപ്പെട്ടതും ആരാധകർ ചർച്ചയാക്കി മാറ്റിയിരിക്കുകയാണ്. സംവിധാനം നിർവഹിക്കുന്നത് തരുൺമൂർത്തിയാണ്. തുടരുവിലെ പ്രമേയത്തിലെ ഓരോ രംഗത്തെക്കുറിച്ചും വലിയ കൗതുകമായിരുന്നു മോഹൻലാലിന് എന്ന് സംവിധായകൻ തരുൺമൂർത്തി വ്യക്തമാക്കിയിരുന്നു. അതുപോലെ തന്നെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ശോഭനയും ഈ ചിത്രത്തിൽ എത്തിയിരിക്കുന്നത്. അടുത്തിടെ ഈ ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ ജേക്സ് ബിജോയ് ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. തരുൺമൂർത്തി ഒരുക്കുന്ന ഈ ചിത്രം തരുൺമൂർത്തി തനിക്ക് എല്ലാ സ്വാതന്ത്ര്യങ്ങളും നൽകി എന്നതാണ്. മ്യൂസിക് ആ കാലഘട്ടത്തിന് അനുസരിച്ചുള്ള മ്യൂസിക്കാണ് ഒരുക്കേണ്ടതെന്നും താങ്കൾ അതിനു വേണ്ടിയതെല്ലാം ചെയ്തോളാൻ എന്ന ഫ്രീഡമാണ് തരുൺമൂർത്തി തനിക്ക് നൽകിയത് എന്നും പറയുകയാണ് ജേക്സ് ബിജോയ്. ഗംഭീര ഗാനങ്ങൾ ഈ ചിത്രത്തിൽ ഉണ്ടെന്നാണ് ഇൻസൈഡിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകളും. എന്തായാലും തുടരുമെന്ന ചിത്രത്തിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. രജപുത്ര നിർമ്മിക്കുന്ന ചിത്രമാണ് തുടരും. എന്തായാലും ഏറ്റവും കൂടുതൽ ചർച്ച ഇപ്പോൾ നടക്കുന്നത് എമ്പുരാനെ കുറിച്ച് തന്നെയാണ്. പല രീതിയിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ എമ്പുരാനെ കുറിച്ച് നടക്കുമ്പോൾ എല്ലാം കൗതുകം ജനിപ്പിക്കുന്നതാണ് എന്നതും ഓർക്കണം. പ്രേക്ഷകരും ആരാധകരും ഒക്കെ വലിയ എക്സൈറ്റഡ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫാൻ ഷോ വരെ ഗംഭീര രീതിയിലാണ് ചിത്രത്തിന് വേണ്ടി അവർ ചാർട്ട് ചെയ്യുന്നതും അതൊക്കെ വിറ്റ് തീരുന്നതും. അതിൽ തന്നെ ചിത്രത്തിലെ ഓരോ ക്യാരക്ടറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ഭാഗം പ്രേക്ഷകർ ഏറ്റവും നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത് ടൊവിനോ തോമസ് അവതരിപ്പിക്കുന്ന ജതിൻ രാംദാസിനെയാണ്. അച്ഛനുമായി ഒരു ആത്മബന്ധവും ഇല്ലാത്ത മകൻ, ഇന്ത്യൻ പൊളിറ്റിക്സിനെ വേൾഡ് ബിഗ്ഗസ്റ്റ് കോമഡിയായി കാണുന്ന ഒരു രാഷ്ട്രീയ നേതാവ്. ജതിൻ രാംദാസ് ആരാണവൻ? അവന്റെ ലക്ഷ്യം എന്താണ്? സ്റ്റീഫനെ പോലെ തന്നെ ദുരൂഹത നിറഞ്ഞ പാസ്റ്റ് ബ്ലാങ്ക് ആയ ഒരു കഥാപാത്രം. ബോബിയുടെ പേര് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെയുള്ള മഹേഷ വർമ്മയുടെ പേര് പുറത്തു പറയാതെ കൂടെ നിർത്തിയത് ഒക്കെ സ്റ്റീഫന്റെ നിർദ്ദേശപ്രകാരം ആയിരുന്നു. മനഃപൂർവ്വം അല്ലെങ്കിലും ബോബിയുടെ ക്രൈമുകളിൽ പാർട്ണറായ പ്രിയദർശിനി രാംദാസ് നിശ്ചിത കാലത്തേക്ക് അഴിക്കുള്ളിൽ ആവുകയും അത് ഒരു അവസരമായി കണ്ട് ജിതിൻ രാംദാസ് തന്റെ നൂലിൽ കെട്ടിയ പാവയായ മഹേഷ വർമ്മയും ആയി ചേർന്ന് ബോബിയേക്കാൾ വലിയ ത്രട്ടായി മാറുന്നതുമാവുമോ കേരള പാർട്ട് എന്നുള്ള ചിന്തകളിലേക്ക് പ്രേക്ഷകർ എത്തി നിൽക്കുകയാണ്. എന്തായാലും ജതിൻ രാംദാസ് എന്ന വ്യക്തി സ്റ്റീഫൻ നെടുമ്പള്ളിയുമായി നല്ല കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ തന്നെ ആദ്യ പാർട്ടിൽ പറയുന്നുണ്ട്. പക്ഷേ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് വലിയ രീതിയിലുള്ള ചിന്തകളിലേക്ക് എത്തി നിൽക്കുകയാണ്. തമ്മിൽ കോമ്പിനേഷൻ സീൻസ് ഇല്ലായിരുന്ന ടൊവിനോയ്ക്ക് ഈ പാർട്ടിൽ കോമ്പിനേഷൻ ഉണ്ടെന്ന് പറയുന്നുമുണ്ട്. ക്യാപ്ഷനിൽ പറയുന്നത് പോലെ തനിക്ക് കിട്ടിയ അധികാരം ഒരു ഭ്രമമായി മാറി ചെയ്യാവുന്ന കൊള്ളരുതായ്മകൾ ഒക്കെ ചെയ്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് കേരളം സമീപിക്കുന്ന അവസ്ഥയിൽ എത്തുമ്പോൾ ആയിരിക്കുമോ സ്റ്റീഫനും അയാളുടെ കോമ്പിനേഷൻ സീൻസ്? അതായിരിക്കും ഒരുപക്ഷെ ജതിനും സ്റ്റീഫനും ആദ്യമായും അവസാനമായും കാണുന്ന ദിവസം. അല്ലെങ്കിൽ സഹോദര സ്നേഹം കൂടി ഒരു ഇന്ദിരാഗാന്ധി സഞ്ജയ് ഗാന്ധി ലെവൽ ഭരണം വന്നിരിക്കാം. അവസാനം കുടുംബം തന്നെ പ്ലാൻ ചെയ്തു ദൈവപുത്രനെ കുരിശിൽ ഏറ്റുന്നു. സഞ്ജയ് ഗാന്ധിയുടെ ദുരൂഹ മരണം പോലെ സാത്താൻ നായകനായ കഥ പറയുമ്പോൾ വില്ലൻ ദൈവപുത്രൻ ആവാൻ സാധ്യത ഏറെയാണ് എന്ന രീതിയിലൊക്കെ പ്രേക്ഷകർ ചിന്തിക്കുകയാണ്. കുറെ കാര്യങ്ങൾ എമ്പുരാനിൽ അവർക്ക് കാണേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ പല സീനുകൾ അതിൽ വരുമോ എന്നതൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.